തോബീത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം. തോബീത്തിൻ്റെ ക്ലേശങ്ങൾ. നഫ്താലി ഗോത്രക്കാരനായ തോബീത്തിൻ്റെ ചരിത്രം. തോബീത്ത് തൂബിയേലിൻ്റെയും തൂബിയേൽ അനനിയായുടെയും അനനിയാൽ ആബാദിൻ്റെയും ആബാദ് ഗസിയോൻ്റെയും പിൻഗാമികളിൽപ്പെട്ട ഗമാലിയേലിൻ്റെയും പുത്രന്മാരാണ്. തോബീത്ത് അസീറിയ രാജാവായ ഷൽമനേസിൻ്റെ കാലത്ത് ഗലീലയിൽ കേദേശ് നഫ്താലിക്ക് തെക്ക് ആഷാറിന് മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിഷ്നയിൽ തടവുകാരനായി പിടിക്കപ്പെട്ടു. ഞാൻ തോബീത്ത് ജീവിതകാലമത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. അസീറിയയിലെ നിനിവേയിലേക്ക് എന്നോടൊപ്പം പോന്ന സ്വദേശിയായ സഹോദരർക്ക് ഞാൻ നിരവധി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വദേശമായ ഇസ്രായേലിൽ ഞാൻ താമസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ തൻ്റെ പൂർവ്വപിതാവായ നഫ്താലിൻ്റെയും ഗോത്രം മുഴുവൻ യെരുശലേം ഭവനത്തെ പരിത്യജിച്ച് ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറുസലേമിലാണല്ലോ. സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ്. അത്യുന്നതൻ വസിക്കുന്നതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ ആലയം അവിടെയാണ്. വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം കാളയ്ക്ക് ബലിയർപ്പിച്ചു പോന്നു. തൻ്റെ പൂർവ്വപിതാവായ നഫ്താലിൻ്റെ കുടുംബവും അങ്ങനെ ചെയ്തു. എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിൻ്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാൻ യെരുശലേമിൽ പോയി. ആദ്യഫലങ്ങളും വിളവിൻ്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഠത്തിങ്കൽ അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു. ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവിപുത്രന്മാർക്ക് ഞാൻ നൽകിയിരുന്നു. മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നതിനേക്കാൾ എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു. മൂന്നാമതൊരു ദശാംശം എൻ്റെ മഹിയായ ദബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു. പിതാവ് മരിച്ച അനാഥൻ ആയിരുന്നു ഞാൻ. പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്നവളെ വിവാഹം ചെയ്തു. അവളിൽ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു. തടവുകാരനായി നിനിവേയിൽ എത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരും ഭക്ഷണം കഴിച്ചു. എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നു. അത്യുന്നതൻ്റെ കാരുണ്യത്താൽ ഞാൻ ഷമാൽദേശിൻ്റെ പ്രീതിക്ക് പാത്രമായി. അവൻ എന്നെ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ മേദിയായിൽ പോവുക പതിവായി. ഒരിക്കൽ മേദിയായിൽ റഗേബിൽ വെച്ച് ഗബ്രിയേലിൻ്റെ സഹോദരൻ ഗബാദിയേലിനെ ഞാൻ 10 താലന്ത് വെള്ളി സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു. ഷൽമാൻസൂർ മരിച്ചു. ഞാൻ സെന്നാബെരിക്ക് ഭരണമേറ്റു. അവൻ്റെ കാലത്ത് രാജവീതി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേദിയായിൽ പോകാതെയായി. ഷൽമനേസിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു, നഗ്നർക്ക് വസ്ത്രം നൽകി. എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനിവേലിന് മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഞാൻ ഉടനെ സംസ്കരിക്കുമായിരുന്നു. യൂദയായിൽ നിന്ന് ഒളിച്ചോടി വന്ന ആരെയെങ്കിലും സെന്നാകരീബ് രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും. വളരെ പേർ അവൻ്റെ കോപാഗ്നിയിൽ പെട്ട് മരിച്ചു. രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്ന് നിനിവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു. അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു. എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നുവെന്ന് കേട്ട് പേടിച്ച് ഞാൻ നാടുവിട്ടു. രാജാവ് എൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടി. എൻ്റെ ഭാര്യ അന്നയും മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു. 50 ദിവസം തികഞ്ഞില്ല. സെന്നാകെരൂബിനെ അവൻ്റെ 2 പുത്രന്മാർ തന്നെ വധിച്ചു. അവർ അറാറാത്ത് മലമുകളിൽ ഒളിച്ചോടി. സെന്നാകെരീബിൻ്റെ മറ്റൊരു മകൻ എസാർ ഹദോൻ ആണ് പിന്നെ ഭരണമേറ്റത്. അവൻ എൻ്റെ സഹോദരൻ അനന്യാസിൻ്റെ പുത്രൻ അഹീക്കാറായ രാജ്യത്തിലെ വരവ് ചെലവുകളെല്ലാം എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം ഏൽപ്പിച്ചു.
അഹീക്കാൻ എനിക്ക് വേണ്ടി ഇടപെട്ടു. ഞാൻ നിനീവയിൽ തിരിച്ചെത്തി. രാജാവിൻ്റെ പാനപാത്രവാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്ക് സൂക്ഷിപ്പുകാരനുമായിരുന്നു അഹീക്കാൻ. അസാർഖോൻ രാജാവ് തനിക്ക് തൊട്ടുതാഴെ അവനെ അവരോധിച്ചു. അവൻ എൻ്റെ സഹോദരപുത്രനായിരുന്നു. ഇത്രയുമാണ് ഈ പുസ്തകത്തിലുള്ളത്. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.